Welcome back to our class cash flow statement. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്നാൽ ഡയറക്റ്റ് മെത്തേഡ് എങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിന്റെ ഫോർമാറ്റ്. ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ മാത്രമേ ചേഞ്ച് ഉള്ളെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ ഈ പറയുന്ന ഇൻഡയറക്റ്റിലേക്ക് പോകുന്നതിന്റെ ലോജിക്കൽ ആസ്പെക്ട്സും ഇൻഡയറക്റ്റ് മെത്തേഡിനുമാണ് ഞാൻ സ്ട്രെസ് ചെയ്ത് ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോയിൽ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ എപ്പോഴാണ് ഇത് ഇൻഡയറക്റ്റ് മെത്തേഡ്? അപ്പൊ ഇൻഡയറക്റ്റ് മെത്തേഡ് വന്നാൽ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഇവിടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞ ഒരു 64,000 തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പോയിന്റ് ആയി 64,000 നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് നേരിട്ട് അത് എഴുതി പോവാം. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ്. നമുക്ക് പക്ഷേങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് തരാതിരിക്കുന്ന ഒരു സാഹചര്യം ആയിരുന്നെങ്കിൽ ഞാൻ ഇതൊന്ന് ഹൈഡ് ചെയ്യുവാണേ. ഇത് തന്നിട്ടില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. ഹൈഡ് ചെയ്യാനായിട്ട് ഓക്കെ, ഇങ്ങനെ ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് തന്നില്ലായിരുന്നെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും? തന്നിട്ടുണ്ടെങ്കിൽ നേരിട്ട് എഴുതാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ റിസർവ്സ് ആൻഡ് സർപ്ലസിനെ ബേസ് ചെയ്ത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കുക, ഡിഫറൻസ് എത്രയാണ് വന്നിരിക്കുന്നത്? 14,000 ആണ്. ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ബിഫോർ ടാക്സ് നമുക്ക് 64 ആണ്. ടാക്സ് എമൗണ്ട് ചാർജ് ചെയ്ത് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 24,000 വന്നു. ഈ 24,000 കിട്ടിയതിന് ശേഷമാണ് അപ്രോപ്രിയേഷൻ ഐറ്റം ഒരു 10,000 ഉണ്ട് നമുക്കൊരു അപ്രോപ്രിയേഷൻ ഐറ്റം എന്ന് പറയുന്നത്. അപ്പൊ 24,000 രൂപ അപ്രോപ്രിയേഷൻ ഐറ്റം മാറ്റി കഴിഞ്ഞാൽ ബാലൻസ് വരുന്നത് 14,000 രൂപയാണ് ആ വർഷം ഏൺ ചെയ്തിരിക്കുന്നത്. നോക്കി, 70,000 കൂടെ 14,000 രൂപ ആഡ് ചെയ്താൽ ക്ലോസിംഗ് എത്ര വരും? 84,000 രൂപ. ഇതാണ് ഈ സർപ്ലസിൽ വന്ന് നിൽക്കുന്ന ഇഫക്റ്റ് എന്ന് പറയുന്നത്. ആ വർഷത്തെ പ്രോഫിറ്റിന്റെ ഫൈനൽ എത്രയാണോ അതിന്റെ അപ്രോപ്രിയേഷൻ കഴിഞ്ഞു വരുന്ന എമൗണ്ട് എത്രയാണോ അതാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ റിഫ്ലക്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമുക്കിവിടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് തന്നിട്ടില്ല. വി ഡോണ്ട് നോ വാട്ട് ഈസ് ദ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഓർ ദ പ്രോഫിറ്റ് ബിഫോർ അപ്രോപ്രിയേഷൻ. ഇഫ് സോ വി നീഡ് ടു സ്റ്റാർട്ട് ഫ്രം റിസർവ്സ് ആൻഡ് സർപ്ലസ്. നമ്മൾ തിരികെ പോകണം. ഇത് ഇങ്ങനെ ട്രേസ് ചെയ്യുന്ന ഒരു രീതിയാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും കാൽക്കുലേഷൻ? ക്ലോസിംഗിൽ നിന്ന് ഓപ്പണിംഗ് കുറയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ആ വർഷത്തെ പ്രോഫിറ്റ് ആഫ്റ്റർ അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞ സ്റ്റേജ് കിട്ടും. ഞാനത് ചെയ്ത് കാണിക്കാമേ. ഞാനത് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇത് യാതൊരു വിധത്തിലും നമ്മളെ അഫക്ട് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു പോർഷൻ എടുക്കുന്നത്. ഈ ഒരു അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല, നമുക്ക് നേരിട്ട് അങ്ങ് പോകാറുണ്ട്. വളരെ സ്പീഡിൽ തന്നെ ആൻസർ കിട്ടുകയും ചെയ്യും. 84,000 റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഇത് റിസർവ്സ് ആൻഡ് സർപ്ലസ് ജനറൽ റിസർവ് ഉണ്ടെങ്കിൽ അത് മാറ്റിക്കോണം കേട്ടോ. അവിടെ നമുക്ക് ട്രാൻസ്ഫർ ടു റിസർവ് എന്ന് പറഞ്ഞ് നമുക്ക് ആഡ് ചെയ്യായിരുന്നു. ഇവിടെ ജനറൽ റിസർവ് ഒന്നുമില്ല. ദെൻ ഇവിടെ 70,000. ഞാൻ പറയുന്നത് ഇപ്പം റിസർവ്സ് ആൻഡ് സർപ്ലസ് സ്പ്ലിറ്റ് ചെയ്ത് തരാം. സർപ്ലസ് അക്കൗണ്ട് ഇത്ര രൂപ, ജനറൽ റിസർവ് എന്ന് പറയുന്നത് ജനറൽ റിസർവ് എന്തായാലും കുറയുന്ന സാഹചര്യം ഒറ്റ കേസിൽ ബോണസ് ഇഷ്യൂ നടത്തുവാണെങ്കിൽ മാത്രമേ റിസർവിന്റെ എമൗണ്ട് കുറയത്തുള്ളൂ. അല്ലാത്ത പക്ഷം റിസർവിന്റെ എമൗണ്ട് കൂടാനും സാധ്യതയുള്ളൂ. അപ്പം ആ ഡിഫറൻസ് ആണ് ട്രാൻസ്ഫർ ടു റിസർവ് എന്ന് പറയുന്നത് അപ്രോപ്രിയേഷൻ ആയിട്ട് കാണിക്കുന്നത്. ഇവിടെ നോക്കുക, 84,000 നിന്ന് 70,000 കുറച്ചപ്പോഴത്തേക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ അപ്രോപ്രിയേഷൻസ്. ഇനി അപ്രോപ്രിയേഷൻ ആയിട്ട് ആഡ് ബാക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന് ഇന്ററിം ഡിവിഡന്റ് വരും, 2 ഫൈനൽ ഡിവിഡന്റ് വരും, 3 ട്രാൻസ്ഫർ ടു റിസർവ് വരും. ഈ 3 നമുക്ക് ആഡ് ബാക്ക് ചെയ്യാം ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ. നമുക്ക് ഇവിടെ ഇന്ററിം ഡിവിഡന്റ് മാത്രമേ ഉള്ളൂ. എത്രയാണ്? 10,000.
നോക്കിയപ്പോൾ 24,000 പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടി. ഈ എമൗണ്ട് ആണ് കിട്ടുന്നത്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. കേട്ടല്ലോ, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, അത് നമുക്ക് എത്ര ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറഞ്ഞ് ഒരു 40,000 രൂപ വന്നിട്ടുണ്ട്. അത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 64,000. ഈ എമൗണ്ട് തന്നെയല്ലേ മക്കളെ ഇവിടെ തന്നിരിക്കുന്നത്? പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റം എന്ന് പറഞ്ഞുകൊണ്ട് 64,000. സി, ഇത് കണ്ടുപിടിക്കാനായിട്ട് ഇത് നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വർക്കിംഗ് നോട്ടിന്റെ ആവശ്യമില്ല. അത് തന്നിട്ടില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ വർക്കിംഗ് നോട്ടിലേക്ക് പോകുന്നത്. ഈ 64,000 രൂപ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ റിസർവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ക്ലോസിംഗ് റിസർവ് മൈനസ് ഓപ്പണിംഗ് റിസർവ്. അപ്പൊ നമുക്ക് അപ്രോപ്രിയേഷന് ശേഷമുള്ള പ്രോഫിറ്റ് കിട്ടി. അപ്രോപ്രിയേഷൻ ഐറ്റമായിട്ട് വരാൻ സാധ്യതയുള്ളത് ഒന്ന് ഇന്ററിം ഡിവിഡന്റ് ആണ്, ഒന്ന് ഫൈനൽ ഡിവിഡന്റ്. ഇറ്റ് ഈസ് ഫോർ ഇക്വിറ്റി ഷെയർ ആൻഡ് പ്രിഫറൻസ് ഷെയർസ്, ദെൻ ട്രാൻസ്ഫർ ടു റിസർവ്. ബാക്കി ഒരു ഐറ്റവും അങ്ങനെ വരാറില്ല. പ്രൊപ്പോസ് ഡിവിഡന്റ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം. ഇപ്പോഴത്തെ ആക്ട് പ്രകാരം 2013 പ്രകാരം 2016 ശേഷം ഇങ്ങനെയുള്ള പ്രൊപ്പോസ് ഡിവിഡന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. ഈ വർഷത്തെ ഡിവിഡന്റ് അടുത്ത വർഷത്തെ ഫിനാൻഷ്യൽ ഇയറിലാണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ ആ വർഷത്തെ 30 ദിവസത്തിനകത്ത് തന്നെ അത് കൊടുത്തു തീർക്കുന്നതുകൊണ്ട് തന്നെ അടുത്ത വർഷത്തെ കണക്കിൽ അത് കാണിച്ചാണ് പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഇന്ററിം ഡിവിഡന്റും ഫൈനൽ ഡിവിഡന്റ് ഫോർ ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ആൻഡ് ട്രാൻസ്ഫർ ടു റിസർവ് അത് ആഡ് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ദെൻ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. ഈ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഒരു പക്ഷേ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് അവിടെ ടാക്സ് പെയ്താ തന്നിരിക്കുന്നെങ്കിൽ ഇതായിരിക്കും ബാലൻസിംഗ് ഫിഗർ ആയിട്ട് വരാൻ പോകുന്നത്. അത് മാത്രമേ ഉള്ളൂ ഒന്ന് ശ്രദ്ധിക്കാനായിട്ടുള്ളൂ. അപ്പൊ നമുക്ക് 64,000 കിട്ടി. ഇനി നമുക്ക് ഒരു ഹെഡിങ് കൊടുക്കാം, അഡ്ജസ്റ്റ്മെന്റ് ഫോർ. ഈ അഡ്ജസ്റ്റ്മെന്റ് ഫോർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട ഐറ്റംസ് എല്ലാം ഒരുമിച്ച് ആഡ് ചെയ്യും, ഡിഡക്ട് ചെയ്യേണ്ട ഐറ്റംസ് എല്ലാം ഒരുമിച്ച് ഡിഡക്ട് ചെയ്യുകയും ചെയ്യാം. അതായത് ആഡ് ഓൾ നോൺ ക്യാഷ് ഓർ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്നാണ് പറയുന്നത്. ലെസ് ഓൾ നോൺ ഓപ്പറേറ്റിംഗ് ഓർ നോൺ ക്യാഷ് ഇൻകം എന്നാണ് പറയുന്നത്. ഇവിടെ പക്ഷെ ഞാൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ്. കാര്യം നമ്മളൊരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ആനുവൽ റിപ്പോർട്ട് നോക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാം, അവിടെ ഇങ്ങനെ ആഡോ ലെസ് ഒന്നുമില്ല. അവിടെ ഓരോ ഐറ്റം അത് പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇട്ട് പോകുന്നു, മൈനസ് ആണെങ്കിൽ അത് ബ്രാക്കറ്റഡ് വാല്യൂ ആയിട്ട് ചെയ്തു പോകുന്നതാണ്. അപ്പൊ ഞാൻ ഇവിടെ അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ആഡും ഡിഡക്റ്റും എന്നുള്ള രീതിയിൽ തന്നെ ചെയ്യണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. നമ്മളൊരു കമ്പനിയുടെ ഒരു ഫോർമാറ്റ് നോക്കുവാണെങ്കിൽ, ഒരു ആനുവൽ റിപ്പോർട്ട് നോക്കുവാണെങ്കിൽ ഈ അഡ്ജസ്റ്റ്മെന്റ് ഫോർ എന്ന് പറയുന്ന ഒറ്റ ഹെഡേ ഉള്ളൂ. അല്ലാതെ അവിടെ ആഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലേക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഈ അഡ്ജസ്റ്റ്മെന്റ് ഫോറിൽ നമുക്ക് ഏതൊക്കെ ഐറ്റംസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആദ്യം അതൊന്ന് പരിഗണിക്കാം. നിർബന്ധമായിട്ട് ഡിപ്രീസിയേഷൻ വരും, ഫിനാൻസ് കോസ്റ്റ് ആഡ് ബാക്ക് ചെയ്യണം, ദെൻ ഇവിടെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ കൂടെ വരുന്ന ഇൻകം ആണ്, അത് മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ കോസ്റ്റില് 3 ഐറ്റം ആണ് ഉള്ളത്. നമുക്ക് അത് ഇന്ന് ചെയ്യാം. അഡ്ജസ്റ്റ്മെന്റ് ഫോർ, ഫസ്റ്റ് ഐറ്റം ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി. ഡയറക്റ്റ് മെത്തേഡിലൊന്നും ഇത് എടുത്തിട്ടില്ല നമ്മൾ ഓപ്പറേറ്റിംഗിൽ, അത് ഓർത്തോണം. 80,000. Then interest on debentures. ഇത് എന്തുകൊണ്ടാണ് എടുത്തതെന്ന് വെച്ചാൽ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ഇത് ഈ ഐറ്റം കൂടെ കാണിച്ചവിടെ ഇൻകം നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞിരിക്കുക. അത് ശരിക്കും ഫൈനാൻസിങ് ആക്ടിവിറ്റി ആയിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ പ്രൊവിഷൻ ഉണ്ട്, ഫിനാൻസ് കോസ്റ്റ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ചാർജ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അവിടെ നമ്മൾ കുറച്ചു, ആക്ച്വലി അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അല്ല, അതുകൊണ്ടാണ് നമ്മൾ അത് ആഡ് ബാക്ക് ചെയ്യുന്നത്. ഓക്കെ, 30,000 ആണ് നമ്മുടെ എമൗണ്ട്. ദെൻ ഇൻട്രസ്റ്റ് റിസീവ്ഡ് മൈനസ് ചെയ്യേണ്ട വാല്യൂ ആണ്, ബ്രാക്കറ്റഡ് വാല്യൂ നമ്മൾ കാണിക്കുന്നു. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുന്നത് ഐ തിങ്ക് 14,000 ആയിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് ഇതിന്റെ ഒരു കറക്റ്റ് പൊസിഷൻ എത്രയാണെന്ന് നോക്കാം.
64,000 plus 64,000 is equal to 64,000 plus 80,000 plus 30,000 minus 14,000. നമുക്കൊരു എമൗണ്ട് കിട്ടും. ദാറ്റ് ഈസ് 1,60,000. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസിന് മുമ്പ് വന്നിരിക്കുന്ന പൊസിഷനാണ്. ഇവിടെ വരെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് തന്നെ നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാം. സപ്പോസ് ഇൻകം സ്റ്റേറ്റ്മെന്റ് തന്നില്ലായിരുന്നെങ്കിൽ, ഇത് തന്നില്ലായിരുന്നെങ്കിൽ ഈ രണ്ട് അഡ്ജസ്റ്റ്മെന്റിന് സ്കോപ്പ് ഉണ്ടാവും അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട്. അതല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടെ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിപ്രീസിയേഷൻ, ഇങ്ങനെ രണ്ട് ഐറ്റം കൂടെ നമുക്ക് തരാം. കാര്യം ഇവിടെ ഇന്ററിം പീരീഡിന്റെ കാര്യം ഇൻകം സ്റ്റേറ്റ്മെന്റ് ശേഷമുള്ളതുകൊണ്ട് ഉറപ്പായിട്ടും കിട്ടി. ഡിബഞ്ചേഴ്സ് നമുക്ക് ഇങ്ങനെ ഒരു ഇന്റിമേഷൻ തരുന്നതുകൊണ്ട് തന്നെ 6 മാസത്തെ ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുള്ള കാര്യത്തെ കുറിച്ചുള്ള അറിവ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ 1 ഇയറിലേക്ക് എടുക്കേണ്ടതായിട്ട് വന്നേനെ. ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ തന്നിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഇവിടുത്തെ ഈ അസംപ്ഷൻ ബേസ്, ഈ റേറ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് 1 വർഷത്തേക്ക് എടുക്കേണ്ടതായിട്ട് വന്നേനെ. ദെൻ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇവിടെ വന്നിരിക്കുന്ന എമൗണ്ട് ഇവിടെയും കാണിക്കണം. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ എമൗണ്ടും അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് വന്നേനെ. എപ്പം ഇൻകം സ്റ്റേറ്റ്മെന്റ് തന്നിട്ടില്ലായിരുന്നെങ്കിൽ. ഇവിടെ തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും നോക്കുന്നില്ല. തന്നില്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെ നമുക്ക് ട്രേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യം നമുക്ക് ഇൻഫർമേഷൻ ആയിട്ട് തന്നേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസിലേക്ക് പോവാം. ഇവിടെ ഒരു റൂൾ ഉണ്ട്. ഇൻക്രീസ് ഇൻ current asset assets will decrease in cash. അങ്ങനെയാണെങ്കിൽ decrease in current asset will increase in cash. ഇനി നമുക്ക് പറയാം, ഇൻക്രീസ് ഇൻ current liabilities will increase in cash. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മനസ്സിലാകാൻ വേണ്ടി ഞാനിത് ഇങ്ങനെ കാണിക്കാം. അപ്പൊ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നത് മനസ്സിലാക്കാൻ പറ്റും. സോറി, ഇവിടെയല്ല. ഡിക്രീസ് ഇൻ കറന്റ് അസറ്റും ഇൻക്രീസ് ഇൻ കറന്റ് ലയബിലിറ്റിയും ക്യാഷിനെ ഇൻക്രീസ് ചെയ്യിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിക്രീസ് ഇൻ കറന്റ് ലയബിലിറ്റി decrease in current liabilities will decrease in cash. ഓക്കെ, ഈ ഒരു റൂൾ വെച്ചിട്ട് വേണം നമ്മളിവിടെ നോക്കാൻ. അപ്പൊ നമുക്ക് ഏതൊക്കെ ഐറ്റംസ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ളത് നോക്കാം. ബാലൻസ് ഷീറ്റ് നോക്കിയാൽ മതി. നമുക്ക് ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ക്രെഡിറ്റേഴ്സിന്റെ വാല്യൂ കൂടുകയാണ്. ദെൻ ഇൻവെന്ററി ഉണ്ട്, വാല്യൂ കുറയുകയാണ്. ഡെറ്റേഴ്സ് ഉണ്ട്, വാല്യൂ കൂടുകയാണ്. സ്റ്റോക്കിന്റെ വാല്യൂ കൂടുകയായിരുന്നു, ഇവിടെ ഡെറ്റേഴ്സിന്റെ വാല്യൂ കൂടുകയാണ്. ദെൻ നമുക്കിവിടെ പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഉണ്ട്, അതിന്റെ വാല്യൂ കൂടുകയാണ്. അങ്ങനെയാണ് നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യം നമ്മളിവിടെ വന്നിരിക്കുന്ന ക്രെഡിറ്റേഴ്സ് ആണ്. സോ ഇൻക്രീസ് ഇൻ ട്രേഡ് പേയബിൾസ്, നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഇൻക്രീസ് ഇൻ ട്രേഡ് പേയബിൾസ്
എത്ര രൂപയുടെ കൂടുതലാണ് വന്നിരിക്കുന്നത്? 1,40,000, 3,90,000. സോ 2,50,000 ആണ് വന്നിരിക്കുന്നത്. 2,50,000. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇവിടെ നോക്കിക്കേ, ഇൻക്രീസ് ഇൻ കറന്റ് ലയബിലിറ്റി വിൽ ഇൻക്രീസ് ഇൻ ക്യാഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 2,50,000 നമുക്ക് പോസിറ്റീവ് വാല്യൂ എഴുതാം. ദെൻ അടുത്ത ഐറ്റം ഇനി കറന്റ് അസറ്റ് ആണ്, സ്റ്റോക്ക്. സ്റ്റോക്കിന്റെ വാല്യൂ കൂടി. ഇൻക്രീസ് ഇൻ ഇൻവെന്ററി ഓർ ഇൻക്രീസ് ഇൻ സ്റ്റോക്ക്. ഇൻക്രീസ് ഇൻ കറന്റ് അസറ്റ് വിൽ ഡിക്രീസ് ഇൻ ക്യാഷ് എന്നാണ്. അപ്പൊ അത് നെഗറ്റീവ് വാല്യൂ ആയിട്ടാണ് നമുക്ക് എഴുതേണ്ടത്. 2,50,000. നിങ്ങൾ ഈ 2,50,000 മൈനസ് എവിടെയെങ്കിലും കണ്ടായിട്ട് ഓർത്തിട്ടുണ്ടോ? നമുക്ക് നോക്കാം. നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് നോക്കി കഴിഞ്ഞാൽ അവിടെ കണ്ടോ ചേഞ്ചസ് ഇൻ ഇൻവെന്ററി വന്നിരിക്കുന്നുണ്ടല്ലോ. ക്ലോസിംഗ് സ്റ്റോക്ക് കൂടിയതുകൊണ്ടാണ്. ഇത് എക്സ്പെൻസസിന്റെ സൈഡാണ്. എക്സ്പെൻസസ് അണ്ടറിൽ വന്നപ്പോഴത്തേക്കും നേരെ റിവേഴ്സ് ഇഫക്റ്റ് ആണ്. അവിടെ അത്രയും കൂടെ എന്താ പറയുക, എക്സ്പെൻസസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആ നെഗറ്റീവ് വാല്യൂ വന്നാലേ ഉള്ളൂ ടോട്ടൽ എക്സ്പെൻസ് കുറവ് വരത്തുള്ളൂ. നമുക്കറിയാം ക്ലോസിംഗ് സ്റ്റോക്ക് കൂടി എന്നാൽ ഗ്രോസ് പ്രോഫിറ്റ് കൂടുക എന്നുള്ള കോൺസെപ്റ്റ് അറിയാം. ഇവിടെ ചേഞ്ചസ് ഇൻ ഇൻവെന്ററി മൈനസ് വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇൻക്രീസ് ഇൻ കറന്റ് അസറ്റ് ആണ്. That leads to decrease in cash, 2,50,000. ഇനി അടുത്ത ഡെറ്റേഴ്സ് 50,000 നിന്ന് 2,00,000 1.5 ലക്ഷത്തിന്റെ വർധനവ്. റൈറ്റ്. ഇൻക്രീസ് ഇൻ ഡെറ്റേഴ്സ് അല്ലെങ്കിൽ ട്രേഡ് റിസീവബിൾസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, 1.5 ലക്ഷം രൂപയാണ്. ഡിക്രീസ് ആണ് വാല്യൂ. ഇനി നമുക്ക് ഒരു കറന്റ് അസറ്റ് കൂടെ ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ്? പ്രീപെയ്ഡ് എക്സ്പെൻസ് 20,000 നിന്ന് 40,000. റൈറ്റ്. ഇൻക്രീസ് ഇൻ prepaid expenses, negative 20,000. ഓക്കെ, നമുക്ക് ഇനി വേറെ ഐറ്റംസ് ഒന്നുമില്ല. ബാലൻസ് ഷീറ്റിൽ നമുക്ക് 4 ഐറ്റംസ് ആണ് തന്നിരുന്നത്. ഒന്നുകൂടെ നോക്കാം. ഒന്ന് ഒരു പ്രീപെയ്ഡ് എക്സ്പെൻസ്, 2, 3, 4 ഐറ്റം. ഓക്കെ, 4 ഐറ്റം നമുക്കുള്ളൂ. അപ്പോൾ നമ്മളെ സമയത്തോളം നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എല്ലാം തന്നെ വരുത്തി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നെറ്റ് ഇഫക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. മൈനസ് once again minus ഫോർമുല ഒന്ന് സോറി, ഇതും കൂടെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. മൈനസ്, നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ മൈനസ് വാല്യൂ അല്ല, മൈനസ് ചെയ്ത് തന്നെ പോകണം കേട്ടോ. ഓക്കെ, സോ ക്യാഷ് ജനറേറ്റഡ് ഫ്രോം ഓപ്പറേഷൻസ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് 10,000. നോക്കിക്കേ, ഇത് തന്നെയാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും ഭാഗത്തിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, ഒരു ഡിഫറൻസ് ഉള്ളൂ. ഇവിടെ ആൻസർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് ബാക്കി എല്ലാം സെയിം ആണ്. ഇൻകം ടാക്സ് പെയ്ഡ് 20,000 നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ ടാക്സ് പെയ്ഡ് 20,000. Cash from operations before extraordinary items 30,000. Okay, net cash outflow from operating activities 30,000. ബാക്കിയൊക്കെ ഞാനിവിടെ നമുക്ക് കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഫർദർ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയം കളയുന്നില്ല. നിങ്ങൾക്ക് ഈ പോർഷനെ കുറിച്ച് അറിയാനായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പാർട്ട് 1 നോക്കിയാൽ മതി. പാർട്ട് 1 ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഏരിയ തൊട്ട് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഈ പറയുന്ന
ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് അതുവരെ വരുന്നതിലാണ് വ്യത്യാസമുള്ളത്. അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയേക്കണം. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നിന്നുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞ് ഇൻകം സ്റ്റേറ്റ്മെന്റ് തന്നില്ലാതെങ്കിലുള്ള അവസ്ഥ എന്തായിരുന്നെന്നും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു പോകാനുള്ള മാർഗം എന്താണെന്നുള്ളതും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വെച്ചേക്കുക. നല്ല ഉഗ്രൻ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അത് ഇട്ടേക്കണം. അതിന് കൃത്യമായിട്ട് തന്നെ ഞാൻ മറുപടി തന്നേക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.